ഹൈ കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് വരുന്നത് സാധാരണ ഒരുപോലെ തന്നെ നടിയിലാണ്. ഇന്ന് നടാൻ പോവുക കേട്ടോ. നടാൻ പോകുന്നത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാനിന്ന് പച്ചക്കറിയാണ് നടുന്നത്. ഇടയ്ക്ക് പച്ചക്കറി നടും, ഇടയ്ക്ക് പൂച്ചെടി നടും, ഇടയ്ക്ക് ഇലച്ചെടി നടും. അപ്പോൾ ഇന്ന് ഞാൻ പച്ചക്കറിയാണ്. എനിക്കെന്നും ഓരോ ചെയ്തുകൊണ്ടിരിക്കണം, എന്തെങ്കിലും ഒന്ന് നട്ടുകൊണ്ടിരിക്കണം. ആ നടുന്ന് നിങ്ങളെ കാണിക്കും വേണം, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാനിന്ന് നടാൻ പോകുന്നത് പച്ചക്കറിയിൽ തക്കാളിയാണ്. തക്കാളി നടാൻ പോകുക കേട്ടോ. ഞാൻ തക്കാളി പിന്നെ എവിടെ നിന്നാണ് എനിക്ക് തൈ കിട്ടിയും തൈ അവിടെ നിന്ന് എടുക്കുന്നതും ഒക്കെ ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഒന്നാ വരി. ഞാൻ തക്കാളി തൈ നടുന്നത് നിലത്തല്ല കേട്ടോ. നിലത്ത് നടാൻ എനിക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൽ വേറൊരു ചെടി ഉണ്ടായിരുന്നത്, ഒരു പൂച്ചെടി. ആ ചെടിയെ ഞാൻ എടുത്തിട്ട് മെല്ലെ പുറത്തേക്ക് കൊണ്ടുപോയി അങ്ങ് വെച്ച്, പുറത്ത് റോഡ് സൈഡിൽ നിന്നുണ്ടായി നട്ട്. ഇത് ഈ ബാഗ് ഇങ്ങോട്ട് എടുത്തതാണ്, ഈ ഗ്രോ ബാഗ്. ഇതൊന്ന് കഴുകിയിട്ട് നന്നായിട്ടൊന്നും ഇല്ല, അത് പഴയതാണ്, ഇത് വൃത്തിയൊന്നും ഉണ്ടാവില്ല. ഉള്ളിൽ കണ്ടില്ലെങ്കിൽ പുറം കുറച്ചൊക്കെ ഒരു വൃത്തിയുണ്ട്. അപ്പോൾ ഞാനൊന്ന് കഴുകിയെടുത്തതാണ്. എൻ്റെ കൈയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോവണ്ടേ, അതുകൊണ്ട് ഇതിന് പിന്നെ കുറേ കൊള്ളു കേട്ടോ. തക്കാളിക്കൊക്കെ ധാരാളമായി ഇത്. അപ്പോൾ ഞാൻ ഇതിൽ തക്കാളി നടാനുള്ള പോട്ടി മിക്സ് ഒക്കെ നറുക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഇതെന്താണെന്നറിയോ? ഇതാണ് ഫസ്റ്റിൽ നറുക്കുന്ന പോട്ടി മിക്സ്. ഇത് ഞാൻ റോഡിൻ്റെ സൈഡൊക്കെ ചെത്തിക്കോരി വൃത്തിയാക്കിയിരുന്നു. ഭയങ്കര പുല്ലായിരുന്നു, കാട് പോലെ ആയിരുന്നു. അപ്പം അത് ചാക്കിൽ കുത്തി നിറച്ച് ഞാൻ അവിടെ വെച്ച്. കാരണം അതിൽ ധാരാളം മൂലകങ്ങൾ, പോഷകഘടകങ്ങൾ അടങ്ങിയതാണ്. അപ്പോൾ ഇത് ചീഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയാം ഇത് പച്ചക്കറി നടാൻ ഫസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത് ചാക്ക് കുത്തി നിറച്ചുകൊണ്ട് നോക്ക്, ഇപ്പം തന്നെ ഒരു വളമാകുന്ന രീതിയായി. ഇതൊന്ന് മുളക്കൂര കേട്ടോ, ചീഞ്ഞു വയ്ക്ക്. അപ്പോൾ ഞാൻ ഇതാണ് നിറക്കാൻ പോകുന്നത്. ഇതങ്ങ് നിറച്ചാൽ മണ്ണിൽ നിന്ന് ധാരാളം പോഷകങ്ങളൊക്കെ വലിച്ചെടുത്തിട്ടാണല്ലോ ഇവരുണ്ടായത്. അപ്പോൾ അത് തന്നെ നമ്മൾ മണ്ണിലേക്ക് ഇടുമ്പോൾ ഇത് കിട്ടും. ഈ പോഷകഘടകങ്ങളൊക്കെ മണ്ണിൽ ലയിച്ചിട്ട് മണ്ണ് നല്ല ഫലഭൂഷ്ടമുള്ള മണ്ണായി മാറും. ഇതിൽ മണ്ണുണ്ട്, നിറച്ച് മണ്ണുണ്ട്. ഇവിടെ ഭയങ്കര മഴയായിരുന്നു, കുറേ എല്ലായിടത്തുള്ള പോലെ തന്നെ ഇവിടെ മഴയായിരുന്നു. അന്നേരം പുറത്തിറങ്ങാൻ കഴിയാത്ത മഴ. ആ മഴയത്ത് പുറത്തിറങ്ങാത്തത് കൊണ്ട് പിന്നെ മഴയെല്ലാം കഴിഞ്ഞ് ഒരു 5-6 ദിവസം നല്ല വെയിൽ, സന്തോഷമായി. മഴ വേണോ, മഴ ഇല്ലെന്നല്ല, സന്തോഷമായി നിൽക്കുമ്പോൾ പിന്നെ അതാ വീണ്ടും മഴ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ അടഞ്ഞ മഴയാണ്. പിന്നെ ഇതിലേക്ക് കുത്തി നിറക്കുക. ഇത് നമുക്ക് പോട്ടി മിക്സ് മാക്സിമം അങ്ങ് നിറച്ച് കഴിഞ്ഞാലേ ഇത് എല്ലാം ഫുള്ളങ്ങ് ഇടട്ടെ. ഇതാ മണ്ണൊക്കെ ആയതുണ്ട്, ഇതാ കുറേ മണ്ണും. പിന്നെ ഒരു മണ്ണിൻ്റെ ഞാൻ എൻ്റെ കപ്പ നടുമ്പോൾ പറഞ്ഞു, ഞാൻ ഗ്രോ ബാഗിൽ കപ്പ നടുമ്പോൾ പറഞ്ഞു ഇതിൽ മണ്ണ് വേണ്ട, കുറച്ച് മണ്ണ് വേണം. അപ്പോൾ അതിലൊരു കമൻറ്റ് ആരോ എഴുതി, അതെന്താ മണ്ണ് വേണ്ട എന്നോട്. പിന്നെ അതിൽ മണ്ണ് ഇടുന്നുണ്ടല്ലോ. ഫുള്ള് മണ്ണ് എന്നല്ല, കൂടുതൽ 90% ഞാൻ പോട്ടി മിക്സ് വേറെ ചപ്പൊക്കെ ഇടുന്നത്. ഒരു ബാക്കി ശതമാനം മണ്ണ് അത് വേണോ, മണ്ണ് അങ്ങ് നമുക്ക് വിഘടിപ്പിച്ചിട്ട് വളക്കി മാറ്റണ്ടേ ഈ ഇട്ട സാധനത്തിനെ, പുല്ലൊക്കെ. അപ്പോൾ ഞാൻ കൂത്തി അമർച്ച് നിറച്ച്. ഞാൻ കുറച്ച് വെണ്ണീരിടട്ടെ. ഇനി ഇടുന്നത് വെണ്ണീരാണ്. ഇത് തോട്ടത്തിൽ നിന്ന് കത്തിച്ച വെണ്ണീര് ഞാൻ നേരത്തെ എടുത്ത് ചാക്കിലാക്കി വെച്ചിരുന്നു. പുറത്തായത് കൊണ്ട് ചാക്കിന്ന് കുറച്ച് നനഞ്ഞിട്ടുണ്ട്. ഇതിൽ മണ്ണും ഉണ്ട്, രണ്ടും കൂടിയാണ്. അപ്പം വെണ്ണീരൊക്കെ നല്ലൊരു വള. വെണ്ണീരൊക്കെ അങ്ങ് ഇട്ടാലുണ്ടല്ലോ ചെടി വേഗം കരുത്തിൽ വളരും. അതാ കുറച്ച് വെണ്ണീരും മണ്ണും കൂടെ കലർന്ന് അടിയിൽ നിറച്ച് നമുക്ക് പുല്ല് ചീഞ്ഞതും ഒക്കെ വിറ്റാമിൻ, ഇതിന് വേണ്ടത് പോഷകഘടകങ്ങൾ, അതിൻ്റെ ചെടി വളരാൻ വേണ്ട എല്ലാ സംഭവങ്ങളും അതിലായി. ഇനി ചേർക്കുന്നത് കുറച്ച് കോഴിവള എനിക്ക് ഫ്രീ കിട്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ വർഷം കോഴിവള ഞാൻ ചേർത്തുണ്ടാക്കുന്നത്. ഞാൻ പിന്നെ വളമൊന്നും പൈസ കൊടുത്ത് വാങ്ങാത്ത ഒരാളാണ്. എന്നാലും എനിക്ക് നന്നായിട്ട് ഉണ്ടാവേണ്ട. ഞാൻ ഈ പുല്ല്, കരിയില ഒക്കെയാണ് ഞാൻ ചേർക്കല്. അത് ഇപ്രാവശ്യം കോഴിവളം ഇടുന്നുണ്ട്. കോഴിവളം നല്ല ചൂടാണ്, നമുക്ക് മഴ കഴിയാൻ നനച്ചു കൊടുക്കണം. ഇനിയാണ് മണ്ണിടുന്നത്. മണ്ണ് കപ്പയിൽ പറഞ്ഞ പോലെ തന്നെ മണ്ണ് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ.
ഇനി മണ്ണെന്താ വേണ്ടാന്ന് പറഞ്ഞ് ഇടുന്നെന്ന് വിചാരിക്കണ്ട, കുറച്ച് മണ്ണ് ഇടുന്നുണ്ട്. ചെടി അവിടെ വെക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിറയെ പുല്ല് ചീഞ്ഞത്, പിന്നെ ഞാൻ വെണ്ണീരും കുറച്ച് മണ്ണുമിട്ട്, പിന്നെ കോഴി വളം. അതിന് ശേഷം ഞാൻ മണ്ണിടുന്നത്. ഇനിയാണ് ഞാൻ തക്കാളി തൈ നടാൻ പോകുന്നത്. തക്കാളി തൈ എനിക്ക് എങ്ങനെ കിട്ടിയെന്നറിയോ? ഞാൻ എൻ്റെ അടുക്കള വേസ്റ്റ് എല്ലാം തക്കാളി മുറിച്ചിട്ടതിൻ്റെയും വെണ്ടൻ്റെ വെള്ളരി അങ്ങനത്തെ വഴുതി അതിൻ്റെ ഒക്കെ വേസ്റ്റ് ഞാനിവിടെ കരിയില കമ്പോസ്റ്റിലേക്ക് അങ്ങ് ഇടും. എന്നിട്ട് അത് വളമായിട്ട് മാറും. ആ വളം എടുത്തിട്ടാണ് ഞാൻ ഈ പിന്നീടുള്ള ചെടികളൊക്കെ നട്ടത്. അങ്ങനെ ആ ചെടികളിൽ ഞാൻ നനച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ മുളച്ച് വന്നതാണ് തക്കാളി തൈ. അല്ലാതെ എൻ്റെ നഴ്സറി പോയി വാങ്ങിയതല്ല കേട്ടോ. നല്ല കരുത്തുള്ള വലിപ്പം വെച്ച തക്കാളി തൈ 6 എണ്ണം ഞാൻ നട്ട് കഴിഞ്ഞു. പിന്നീട് അത് വേറെ സ്ഥലത്തുണ്ടായി. അപ്പം ഞാനത് നടട്ടെ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. രാവിലെ തൊട്ട് ഇവിടെ മഴയാണ്, പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് ഒരു മഴയ്ക്ക് കുറച്ചൊരു ഒഴിവ് കിട്ടിയത്. നിങ്ങളെ ഭാഗത്തൊക്കെ മഴയായിരിക്കൂലേ? ഇത് വയനാടാകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. ഇനി ഞാൻ തക്കാളി തൈ പറിക്കട്ടെ കേട്ടോ. ഇതാ ഞാൻ ഡെയ്സി ചെടി നട്ടതായിരുന്നു. അത് ഞാൻ കരിയില കമ്പോസ്റ്റിലാണ് നട്ടത്. ഇപ്പം കരിയില കമ്പോസ്റ്റിൻ്റെ അടുക്കള വേസ്റ്റും ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതിൽ നിന്ന് മുളച്ചുണ്ടായതാ 2 തൈ. കുറേ തൈ അപ്പുറത്തുപ്പുറത്തൊക്കെ ഉണ്ടാക്കാൻ നട്ട്. ഇപ്പം നമ്മൾ വേരോട് കൂടി ഇങ്ങ് എടുത്താൽ എന്താ ഇങ്ങനെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുണ്ടാവും. പിന്നെ വാടൂര എന്താ ഒന്നും കൂടി ഉണ്ട്. 2 എണ്ണം ഞാൻ നടുന്നുണ്ട്. ഇത് നട്ട് വരട്ടെ, എന്നിട്ട് പറിക്കിയത്. കണ്ടില്ലേ തൈ ഉഷാറായത്? ഞാൻ തൈ എവിടുന്ന എടുത്തതെന്ന് കണ്ടല്ലോ, എനിക്ക് കിട്ടിയതും കണ്ടല്ലോ. ഒരു പൈസ പോലും മുടക്കാത്തതാട്ടോ. ഞാൻ വളത്തിനും പൈസ മുടക്കലില്ല. എൻ്റെത് ഇങ്ങനെയൊക്കെയാ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അങ്ങനെ വിജയകരമായിട്ട് 1 നട്ട് കഴിഞ്ഞു. 1 ഇവിടെയും നടാന്ന് വിചാരിച്ചിട്ടാ. ഇത് കുറച്ച് വലിയ പോട്ടാണല്ലോ, ഗ്രോ ബാഗ് ആണല്ലോ. അപ്പോൾ 2 തക്കാളി തൈയൊക്കെ പോവും. തക്കാളി തൈക്ക് മെയിനായിട്ട് വേണ്ടത് ഇത് കുറച്ച് വളർന്ന് വന്നാൽ ഒരു താങ്ങ് വേണം. അങ്ങനെ അങ്ങ് പോവും, പൊട്ടിപ്പോവും. അപ്പോൾ ആ താങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വിചാരിച്ച് മേലെ ഇങ്ങനെ നീളത്തിൽ കയറ് കെട്ടിക്കൊടുക്കാൻ. അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയില്ലെങ്കിൽ തക്കാളി തൈ ഉണ്ടാവൂല. അല്ല തക്കാളി തൈ അല്ല, തക്കാളി കായ്ക്കൂര. നല്ല സൂര്യപ്രകാശം വേണം, നനവും വേണം, ആവശ്യത്തിന് വളവും വേണം. അതൊക്കെ തക്കാളി തൈക്ക് നിർബന്ധമുള്ള കാര്യങ്ങളാണ്. ഞാൻ തക്കാളി തൈ ഇഷ്ടംപോലെ പറിക്കും. എനിക്ക് കുറേ മാസങ്ങൾ തക്കാളി വാങ്ങാൻ വേണ്ടിയില്ലായിരുന്നു. രണ്ടാമത്തെ തൈയും ഞാൻ അന്ന് പിരിച്ചു കൊണ്ടുവന്നാണ്. എവിടെയും കേടുകൂടാതെ അടിയോടുകൂടെ അങ്ങ് എടുത്തതാ. ഈ മണ്ണിൻ്റെ കളറ് കണ്ടോ? ഇത് എൻ്റെ കരിയില കമ്പോസ്റ്റ്. എന്ത് നല്ല കളറാണെന്നറിയോ? കറുപ്പ് നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണായത്. ഇതിലൊന്നും നമ്മൾ വേറൊന്നും ചേർക്കിയൊന്നും വേണ്ട. ഇതാ അങ്ങനെ 2 തക്കാളി തൈ ഞാൻ നട്ട് കഴിഞ്ഞു. ഈ ചെടിഭ്രാന്ത് തലയ്ക്ക് പിടിച്ചേക്കൊണ്ട് ദിവസം രാത്രി ഞാൻ കിടക്കുമ്പോൾ അങ്ങനെ ആലോചിക്കലാ, നാളെ ഇപ്പം എന്ത് നടണോ. പിന്നെ അത് കഴിഞ്ഞ് കിടക്കുമ്പോൾ പിന്നെ ആലോചിക്കും, ഞാൻ വിചാരിച്ച് നട്ട് കഴിഞ്ഞോ, എൻ്റെ പ്ലാനൊക്കെ എല്ലാം കഴിഞ്ഞു. അതൊക്കെ ഞാൻ ചിന്തിക്കും. ഈ രാത്രിയും അടുത്ത രാത്രിയും ഒക്കെ ഞാൻ ചെടിയാണ് എൻ്റെ മെയിൻ. പൂക്കളായിട്ടും ഇതിനിങ്ങനെ നേരിയ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നാലേ ഇനി നനച്ചു കൊടുക്കുക. ഇപ്പം ഒന്നും ഇനി നനച്ചു കൊടുക്കണേ, ഇവിടെ മഴക്കാലമായിപ്പോയി. ഇനി ഇത് അങ്ങനെ സൂപ്പറായിട്ട് ഇതിലങ്ങ് വളർന്നോളും. നമുക്ക് പുല്ല് നല്ലൊരു ഈ പുല്ല് പച്ച പുല്ലില്ലേ, അത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് വളം വാങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. പാത്രത്തിലാക്കി വെച്ച് കുറച്ച് വലിയ പാത്രത്തിൽ പുല്ലൊക്കെ അങ്ങിടുക, പച്ചില അതും ഇതുമൊക്കെ വെട്ടി അങ്ങ് ഇട്ടിട്ട് അതിൽ വെള്ളം ഒഴിക്കുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ വെള്ളം എടുത്തിട്ട് അതിൽ 5 ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളെ ചെടികൾക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താണ്ടല്ലോ, എങ്ങനെ ശക്തിയിൽ അത് ഉണ്ടാവും എന്നറിയാം. നല്ല കരുത്തിലുണ്ടാവും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങും. അതൊക്കെ ഞങ്ങളെ കാണിക്കും. ഇപ്പോൾ 2 എണ്ണം നട്ട് കഴിഞ്ഞു. ഇതാ ഞാൻ ഈ പോട്ടിൽ നിന്നാണ് ഞാൻ തക്കാളി തൈ പിന്നെ പിരിച്ച് കുഴിച്ചിട്ടത്. ഞാൻ പിരിച്ചെടുക്കുന്നതൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഈ പോട്ടിൽ എന്താണ് പോട്ടി മിക്സ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെയാണ് നമ്മൾ എവിടെയും പോയി തൈ വാങ്ങണ്ട, നമുക്ക് നമ്മളെ അകത്തുനിന്ന് തന്നെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. എന്ത് കരുത്തിലായി തക്കാളി തൈ. ഇനിയിപ്പോൾ
എൻ്റെ ഡെയ്സി ചെടി ഇതിന് രാജാവായി വളരും, എൻ്റെ തക്കാളി തൈകൾ ഇതിനും രാജാവായി വളരും. ഇവർക്ക് രണ്ടാക്കും 2 തരം വെള്ളം കിട്ടും, പോട്ടി മിക്സുമായി എല്ലാം റെഡിയായി. ഇത് വളർന്ന് പൂവിടുന്നൊക്കെ ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് വളർന്ന് ഉഷാറായതാണ് എൻ്റെ ബാക്കിലുള്ള ഈ ഡെയ്സി പൂവ്. ഇത് ഇവിടെ ഇതാവുന്നു. ഞാൻ കുറേ തൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ പോട്ടും വാങ്ങിയിട്ടുണ്ട്. പൂച്ചെടികൾക്കൊക്കെ നല്ല പോട്ട് വേണം, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ പോട്ട് വാങ്ങിയിട്ട് ഞാൻ കുറേ നട്ട് ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. പിന്നെ കുറേ എനിക്ക് പൂ ഇട്ടതും ഉണ്ട്. ഞാനങ്ങനെ പൂച്ചെടി ഇഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ ചെടി ഞാൻ വിടൂല. പിന്നെ ഞാനതങ്ങ് നട്ടു ഉഷാറ ഒരു വരി ഫുള്ള് ഡെയ്സി നടാന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഡെയ്സിൻ്റെ ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച നട്ട തക്കാളി കേട്ടോ. ഇതാ വളർന്ന് ഇവിടം വരെ എത്തി. ഇവിടെ ഇതൊക്കെ ഉഷാറായി വളർന്നു. വേറൊരു തൈ ഇനി ഇതാണ് പിരിച്ചു കുഴിച്ചിടാനുള്ളത്. ഇനി നാളാക്കാം. ഇതെൻ്റെ കാബേജൊക്കെ ആളായി വരുന്നുണ്ട്. കണ്ടില്ലേ എൻ്റെ ആന്തൂറിയം പൂട്ട് കണ്ടോ, എന്തൊരു കളറാ അതിനെന്നറിയോ. ഇനി നാളെ ഇൻഷാ അല്ലാ ഞാൻ ആന്തൂറിയം ഒന്ന് പിരിച്ച് കുഴിച്ചിടുന്നൊക്കെ കാണിക്കുന്നത്. ഇതിനി കുറേ പോട്ടിലേക്ക് മാറ്റി നടുന്നുണ്ട്, ഒക്കെ ഞങ്ങളെ കാണിച്ചു തരാം. നിറയെ പൂടുന്നുണ്ട് കേട്ടോ. ആന്തൂറിയം നല്ലൊരു കളറാ. ഇതൊക്കെ അടുത്ത് മാറ്റി നട്ടതാ. ഇനി ഇതിൽ നിന്ന് മാറ്റുന്ന ഞങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ തക്കാളി നട്ടത് നിങ്ങൾ കണ്ടല്ലോ. കുറേ പേര് എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഇങ്ങനെ പൂക്കൾ ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് എന്താ ഇങ്ങനെ കായ് ഉണ്ടാകുന്നത്, തക്കാളി ഉണ്ടാകുന്നത് ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ. ഞാൻ നടുന്ന പോട്ടി മിക്സൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.